ഹായ് മിറക്കിൾ മേക്കേഴ്സ്, ഞാൻ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കോച്ച്. ഹീൽ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? നമ്മളുടെ ലൈഫിൽ ഹീലിങ്ങിൻ്റെ പ്രാധാന്യം എന്താണ്? ഹീൽ ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ബെനഫിറ്റ്സ് ഉണ്ടാകുന്നത്? നമ്മളൊരു പുതിയ ഒരു സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു പുതിയ വിശ്വാസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മളെ പിറകോട്ട് വലിക്കാനായിട്ട് നമ്മളുടെ പഴയ വിശ്വാസങ്ങൾ എപ്പോഴും കാണും, അല്ലേ? നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടുന്നൊരു കാര്യമാണ് ഹീലിംഗ്, അതായത് സെൽഫ് ഹീലിംഗ്. നമ്മളുടെ മൈൻഡിനെ ഹീൽ ചെയ്യണം, നമ്മളുടെ ശരീരത്തിനെ ഹീൽ ചെയ്യണം. നമ്മളുടെ ശരീരത്തിനെ നമ്മളിങ്ങനെ പ്യൂരിഫൈ ഹീൽ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ആചാര്യന്മാർ പണ്ട് തൊട്ട് പറയുന്നത് എണ്ണ തേച്ചുള്ള കുളി, അല്ലെങ്കിൽ നമ്മൾ കുളിക്കുമ്പോൾ അതിനകത്ത് ഉപ്പിട്ടിട്ട് കുളിക്കാൻ പറയാറുണ്ട് പണ്ടുള്ളവർ. എന്നുവെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള നെഗറ്റീവ് എനർജികളെ ക്ലെൻസ് ചെയ്ത് പ്യൂരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സിസ്റ്റം നമ്മൾ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ മൈൻഡിനെ നമ്മളങ്ങനെ പ്യൂരിഫൈ ചെയ്യണം. നമ്മുടെ മൈൻഡിനെ പ്യൂരിഫൈ ചെയ്യുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മനസ്സിനെ എപ്പോഴെങ്കിലും നിങ്ങൾ കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മനസ്സ് പറയുന്ന കാര്യങ്ങൾ. നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ദുഃഖങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ കുഞ്ഞുനാൾ തൊട്ട് അനുഭവിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലിങ്ങനെ സ്റ്റോർ ആയിട്ടിരിക്കുകയാണ്. അതിങ്ങനെ അങ്ങനെ ഇരുന്ന് അതിനൊരു സ്പേസ് ഇല്ലാതെ വരുമ്പം പലതും ഇങ്ങനെ പോപ്പപ്പായിട്ട് പുറത്തോട്ട് വരും. എന്ന് വെച്ചാൽ ചില ഓർമ്മകൾ, പണ്ടത്തെ നമ്മളുടെ ചില വിശ്വാസങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിച്ച ചില സംഭവങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരും. അതിനെയാണ് നമ്മൾ ഈ സൈക്കോളജിയിൽ ട്രിഗേഴ്സ് എന്ന് പറയുന്നത്. ചില സംഭവങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ചില ഇൻസിഡൻറ്റ് ലൈഫിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ചില വാക്കുകൾ കേൾക്കുമ്പോൾ, ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ട്രിഗർ ആവും. എന്ന് വെച്ചാൽ നമ്മളുടെ പണ്ട് സംഭവിച്ച എന്തോ ഒരു നെഗറ്റീവായിട്ടുള്ള ഇൻസിഡൻറ്റിന് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരികയും നമ്മുടെ ശരീരം പെട്ടെന്ന് അത് പേടിക്കും. എന്ന് വെച്ചാൽ അങ്ങനെ ഇനി വരുമോ, ഇനി അങ്ങനെയാണോ സംഭവിക്കാൻ പോകുന്നത് എന്നൊരു പേടി ഉള്ളിലുണ്ടാകും. അതാണ് ഈ ട്രിഗേഴ്സ് എന്ന് പറയുന്നത്. നമ്മളുടെ മൈൻഡിനെ ഹീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ട്രിഗേഴ്സ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓരോ സിറ്റുവേഷൻസ് നമുക്ക് കുറയ്ക്കുവാൻ കഴിയും നമ്മുടെ ലൈഫിൽ. അതിനാണ് ഹീലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസസിലേക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ജസ്റ്റ് സഡനായിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വ്യത്യാസം തന്നെ അറിയാൻ സാധിക്കുകയില്ല. കാരണം നിങ്ങൾ ചിലപ്പോൾ വളരെ നെഗറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷനിലായിരിക്കും ഇരിക്കുന്നത്. നിങ്ങളുടെ മൈൻഡ് ഭയങ്കര നെഗറ്റീവായിരിക്കും. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് സഡനായിട്ട് വന്നിട്ട് കുറേ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻ പറഞ്ഞതുകൊണ്ടോ കുറച്ച് ടെക്നിക്സുകൾ ചെയ്യുന്നത് കൊണ്ടോ പെട്ടെന്ന് ഒരിക്കലും അത് മാറില്ല. നമ്മുടെ മൈൻഡിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പം നമ്മൾ ആദ്യം എന്താണ് വേണ്ടത്? നമ്മളുടെ മൈൻഡിനെ, നമ്മളുടെ ബോഡിയെ നമ്മൾ ഹീൽ ചെയ്യണം. നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട്, ഈവൻ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ടും. നമ്മളുടെ മെഡിറ്റേഷനിൽ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടാത്തതിൻ്റെ കാരണവും അതാണെന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ളിലുള്ള നമ്മൾ ശാന്തമായിട്ടിരിക്കുമ്പോഴാണ് നമ്മളുടെ മനസ്സ് കൂടുതൽ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ മെഡിറ്റേഷനിലിരിക്കുമ്പോൾ നമ്മൾ ശാന്തമായി ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ മനസ്സ് ഓരോ ഓർമ്മകൾ നിങ്ങളിലേക്ക് കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരും. പതിയെ നിങ്ങൾക്ക് തുടങ്ങും, എനിക്ക് ധ്യാനിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാൻ കഴിയുന്നില്ല, എനിക്ക് കോൺസെൻട്രേഷൻ കുറവാണെന്ന്. ആക്ച്വലി അത് നിങ്ങളുടെ മൈൻഡിനെ ഹീൽ ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഓരോ ഓർമ്മകൾ കടന്നു വരുന്നത്, അല്ലെങ്കിൽ ചിന്തകൾ കടന്നു വരുന്നത്. എങ്ങനെ നമുക്ക് മൈൻഡിനെ ഹീൽ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പേപ്പറും പേനയും എടുക്കുക. പണ്ടുള്ളവർ പറയുന്നത് കേട്ടിട്ടില്ല, അല്ലെങ്കിൽ വളരെയധികം ഉന്നത തലങ്ങളിലെത്തിയിരിക്കുന്ന ആചാര്യന്മാരൊക്കെ പറയുന്നത് കേട്ടില്ലേ, നമ്മൾ ഒരു പേപ്പറിൽ എഴുതി വെക്കുന്ന കാര്യം നമ്മളുടെ മനസ്സിൽ ചിന്തിക്കുന്നതിനേക്കാളും വളരെ എഫക്റ്റീവാണ് പേപ്പറിൽ എഴുതി വെക്കുന്ന കാര്യം. അപ്പോൾ നമ്മൾ പലരും ചോദിക്കും, ഹീൽ ചെയ്യുമ്പോൾ എന്തിനാണ് നമ്മൾ എഴുതേണ്ട ആവശ്യമുണ്ടോ മാഡം, അല്ലെങ്കിൽ നമ്മളത് മനസ്സിൽ ഓർത്തെടുത്താൽ പോരെ? ഒരിക്കലും ഇല്ല. നമ്മളിങ്ങനെ മനസ്സിൽ ഓർത്തെടുക്കും. അത് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്ന കാര്യമാണ്. നമ്മളുടെ മനസ്സിലിങ്ങനെ ചിന്തകൾ വരും, അതൊരു സൈഡിൽ കൂടെ പോകും. ആ ചിന്തകൾ വേറെ ചിന്തകളിലേക്ക് കണക്ട് ചെയ്യും. ഇങ്ങനെ കണക്ട് ചെയ്ത് നിങ്ങളൊരു പകൽ സ്വപ്നം പോലെ, അല്ലെങ്കിൽ ഒരു ഡേ ഡ്രീമിങ് പോലെ വെറുതെ കുറേ നേരം ആലോചിച്ചിരിക്കും. നിങ്ങളുടെ മൂഡ് മാറും, നിങ്ങളുടെ നെഗറ്റീവിലേക്ക് നിങ്ങൾ പോകും. അതിനേക്കാളും ഒക്കെ അതുകൊണ്ട് ഒരു എഫക്റ്റും ഉണ്ടാകുന്നില്ല. ഇത് തന്നെ എപ്പോഴും സംഭവിക്കും എന്നല്ലാതെ അതുകൊണ്ടിട്ട് നിങ്ങളെ ഒരിക്കലും ഹീലാകില്ല. അപ്പോൾ നമ്മളിത് എഴുതുക തന്നെ വേണം. ഇനി ആരെങ്കിലും കാണുമെന്നുള്ള പേടിയുണ്ടെങ്കിൽ പേടിക്കേണ്ട, അതിനുള്ള ടെക്നിക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഒരു പേപ്പർ എടുക്കുക, നിങ്ങൾ ശാന്തമായിട്ട് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഇരിക്കുക. നിങ്ങളുടെ ജോലി, ഇപ്പോൾ വീട്ടു ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജോലികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി വെച്ചാൽ മതി. ആ ഒരു അരമണിക്കൂറിൽ
മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറയുക, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ഞാൻ ഈ മുറിയിലുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു അരമണിക്കൂർ നിങ്ങളൊന്ന് ഒറ്റയ്ക്കിരിക്കുക. ഒറ്റയ്ക്കിരുന്നിട്ട് നിങ്ങളുടെ മനസ്സിനെ ഫ്രീ ആയിട്ട് വിടുക. ഒന്നും ചിന്തിക്കേണ്ട, നിങ്ങളൊരു ധ്യാനിക്കാനിരിക്കുന്ന പോലെ ഇരിക്കുക. അപ്പോൾ തനിയെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഓരോ ട്രിഗേഴ്സ് കയറി വരും, ഓരോ ഓർമ്മകൾ. ഏറ്റവും കൂടുതൽ എന്താണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ വെറുതെ ഇരിക്കുമ്പം നിങ്ങളുടെ നല്ല ഓർമ്മകൾ അല്ലെങ്കിൽ നല്ല മെമ്മറീസ് എത്ര എണ്ണം നിങ്ങളുടെ മനസ്സിൽ വരാറുണ്ട്? അതിൽ കൂടുതലും നിങ്ങൾക്ക് വരുന്നത് നിങ്ങളുടെ പാസ്റ്റിൽ സംഭവിച്ച വിഷമങ്ങൾ, ദുഃഖങ്ങളൊക്കെ അല്ലേ? അപ്പോൾ നിങ്ങളിങ്ങനെ ധ്യാനത്തിലൊന്നിരുന്നാൽ മതി. ധ്യാനിക്കുന്നത് പോലെ റിലാക്സ് ആയിട്ടിരിക്കുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഓരോ ചിന്തകൾ, ആരെങ്കിലും നിങ്ങളെ വഴക്ക് പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചൊരു ബ്രേക്കപ്പ് ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാത്തൊരു കാര്യം നിങ്ങളുടെ തലയിൽ ചുമത്തി നിങ്ങളെ കുറ്റക്കാരിയാക്കിയതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രിയപ്പെട്ട ഒരാൾ നിങ്ങളെ വേർപിരിഞ്ഞ് പോയതായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വിഷമങ്ങൾ നമ്മളുടെ ഉള്ളിൽ കാണും. അതെന്തൊക്കെയാണോ വരുന്നത് നിങ്ങളത് എഴുതുക. ആദ്യത്തെ ദിവസം നിങ്ങൾക്കൊരു 10 തോട്ട്സ് വന്നാൽ 10ഉം എഴുതാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ചിന്തകൾക്ക് നമ്മളുടെ കയ്യേക്കാളും ഭയങ്കര സ്പീഡാണ്. അത് പെട്ടെന്ന് പോകും. നമുക്കത് ചിലപ്പം ആദ്യത്തെ ഒരു തോട്ട് എഴുതി വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ രണ്ടാമത്തെ തോട്ട് മിസ് ചെയ്തിട്ട് മൂന്നാമത്തെ തോട്ടായിരിക്കും എഴുതുന്നത്. നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളത് സ്ട്രെയിൻ ചെയ്ത് ആലോചിക്കേണ്ട കാര്യവുമില്ല. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന അത്രയും എഴുതുക, അതങ്ങനെ വിടുക. അത് കഴിഞ്ഞ് സെക്കൻഡ് ഡേയിലും ഇതേപോലെ നിങ്ങൾ ആവർത്തിക്കുക. ഇങ്ങനെ ഒരാഴ്ച നിങ്ങൾ എഴുതി നോക്കുക. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ മനസ്സിലുള്ള ഒരുപാട് പാസ്റ്റ് ആയിട്ടുള്ള, അതായത് നിങ്ങളുടെ മുറിവുകളുടെ ഒരു 90% നിങ്ങൾക്ക് എഴുതാൻ കഴിയും. ഒരാഴ്ച ഒരു അരമണിക്കൂർ മിനിമം വെച്ചിട്ട് എഴുതി കഴിഞ്ഞാൽ. റിപ്പീറ്റായിട്ട് വരുന്ന തോട്ട്സ്, ഓക്കെ ഇന്നലെ എഴുതിയ തോട്ട്സ് ഇന്ന് എഴുതിയെന്ന് വെച്ചും കുഴപ്പമില്ല, അത് എഴുതിക്കോളൂ. നിങ്ങളുടെ എത്രത്തോളം അത് എഴുതുന്നു അത്രത്തോളം നിങ്ങളുടെ മൈൻഡിൽ നിന്ന് അത് ഹീലായി പോകാൻ സഹായിക്കും. അങ്ങനെ എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പം പേടിയുണ്ട്, ആരെങ്കിലും കാണും അല്ലെങ്കിൽ ആരെങ്കിലും വായിച്ചാലോ എന്നൊരു പേടിയുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ ദിവസം എഴുതി കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഈ ടെക്നിക്ക് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സേഫായിട്ട് എവിടെയെങ്കിലും വെക്കാൻ കഴിയും, വേറെ ആൾ നോക്കത്തില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 7 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യാം. ഇതെല്ലാം എഴുതി കഴിഞ്ഞിട്ട് 7ാമത്തെ ദിവസം അല്ലെങ്കിൽ 8ാമത്തെ ദിവസം നിങ്ങൾ ഈ എഴുതിയ ബുക്ക് എടുത്തിട്ട് വായിച്ചു നോക്കുക, എന്തൊക്കെയാണ് എഴുതിയത്. ഓരോ കാര്യങ്ങളും വായിച്ചു നോക്കുക. ഓരോ തോട്ട്സ് അല്ലെങ്കിൽ ഓരോ ഇൻസിഡൻസിനെ നിങ്ങൾ വായിക്കുക. എന്നിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുക, എന്തായിരുന്നു സംഭവിച്ചത്. അതെന്തായാലും നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും എന്നറിയാം. പക്ഷേ എന്നും ഇങ്ങനെ നീറി ജീവിക്കുന്നതിൽ നല്ലത് ഒരൊറ്റ തവണ ആ വിഷമത്തെ നിങ്ങൾ ഉൾക്കൊണ്ട്, നിങ്ങൾക്ക് ചിലപ്പോൾ കരച്ചിൽ വരുമായിരിക്കും, നിങ്ങൾക്ക് ദേഷ്യം വരുമായിരിക്കും, അതൊക്കെ നോർമലാണ്. ആ ഒരു കാര്യത്തെ ചിന്തിക്കുക. എന്നിട്ട് അതെങ്ങനെയാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ അതിന് കാരണക്കാരായത് ആരാണ്. ചിലപ്പോൾ നിങ്ങളുടെ മിസ്റ്റേക്കായിരിക്കും. അപ്പം നിങ്ങളായിരിക്കും കാരണക്കാർ, അല്ലെങ്കിൽ വേറൊരാളായിരിക്കാം. ആരാണോ ആ കാരണക്കാർ അവരുടെ പേര് എഴുതുക ഒരു പേപ്പറിൽ. എന്നിട്ട് അതിൻ്റെ താഴെ എഴുതുക, ഇപ്പം തോമസ് എന്നാണ് പേരെങ്കിൽ, ഒരു എക്സാമ്പിളാണേ, തോമസ് എന്നാണ് പേരെന്നുണ്ടെങ്കിൽ തോമസ്, ഐ ഫോർഗീവ് യു, ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എഴുതാം, നിങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്തതിന്, അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റ് എഴുതിയിട്ട് ഇങ്ങനെ ചെയ്തതിന് ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് എഴുതിയിട്ട് നിങ്ങൾ മനസ്സുകൊണ്ട് ആ ഒരാളോട് ക്ഷമിക്കുക. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്കറിയാം. ഒറ്റ വട്ടം കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്ക് ഡീപ്പായൊരു വേദനയായിരിക്കും അവർ തന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രാക്ടീസ് നിങ്ങൾ, ഈ ബിലീഫ്സൊക്കെ പിന്നെ എഴുതേണ്ട കാര്യമില്ല. ഈ വ്യക്തികളുടെ പേര് ഓർത്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഇൻസിഡൻറ്റ് ഓർത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഹീലിംഗ് പ്രാക്ടീസ് ഒരു 21 ഡേയ്സ് ചെയ്യാം. 21 ഡേയ്സ് ചെയ്തത് കൊണ്ട് നിങ്ങൾക്കൊരു മാറ്റവും തോന്നുന്നില്ലെന്നുണ്ടെങ്കിൽ, പിന്നെ നിങ്ങൾക്ക് ഇവരുടെ പേര് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഇൻസിഡൻറ്റ് ഓർക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്, സങ്കടം വരുന്നുണ്ടെങ്കിൽ ഹീലായിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഒരു 21 ഡേയ്സും കൂടെ ഈ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. എന്നിട്ട് അടുത്ത തോട്ട് എടുക്കുക, അടുത്ത ഇൻസിഡൻ്റ് എടുക്കുക. എന്താണോ അത്, വ്യക്തിയാകാം, ഒരു ഇൻസിഡൻ്റ് ആകാം, ഇന്നതിന് ഐ ഫോർഗീവ് യു എന്നെഴുതുക, ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. ആ ഒരു ഇൻസിഡൻ്റ് എഴുതുക. മനസ്സുകൊണ്ട് നിങ്ങൾ അവരോട് ക്ഷമിക്കുക. നമ്മൾ ആരോട് ദേഷ്യം വെച്ചിരിക്കുന്നത് കൊണ്ട് ആ ഒരു വ്യക്തിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ഒരു എക്സ് എന്നൊരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾക്ക് ദേഷ്യമുണ്ടെങ്കിൽ ആ എക്സിന് ആ ദേഷ്യം കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ ഒരു ദേഷ്യം കൊണ്ട് നശിക്കുന്നത് നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ജീവിതവുമായിരിക്കും. ദേഷ്യം എന്ന് പറയുന്നത്, വെറുപ്പ് എന്ന് പറയുന്നത് ഭയങ്കര നെഗറ്റീവ് ഫ്രീക്വൻസിയിലുള്ള, നിങ്ങളെ വളരെയധികം നെഗറ്റീവ് ആക്കുന്ന ഒരു വികാരമാണ്. അപ്പോൾ
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം അല്ലേ? ഈ വെറുപ്പും ദേഷ്യവും വെക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളുടെ ശരീരമാണ് നശിക്കുന്നതെന്ന് വെച്ചാൽ ഒരുപാട് നാളിങ്ങനെ ദേഷ്യവും വെറുപ്പുകളും ഇരുന്നിരുന്ന് നിങ്ങളുടെ ശരീരം പല ഇതിനെ ഒന്ന് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് അത് പല അസുഖങ്ങളാക്കി കാണിക്കും. ചിലർക്ക് ജോയിൻറ്റ് പെയിൻസ് ആയിട്ട് വരും, ചിലർക്ക് ശ്വാസം മുട്ടലായിട്ട് വരും, പല അസുഖങ്ങളായിരിക്കും. ചില സമയത്ത് നിങ്ങൾ ആശുപത്രികളിൽ പോയി നോക്കുമ്പോൾ ടെസ്റ്റുകളൊക്കെ നോർമലായിരിക്കാം, നിങ്ങൾക്ക് അസുഖങ്ങൾ കാരണം കണ്ടെത്താൻ കഴിയത്തില്ല. അതിന് സൈക്കോസൊമാറ്റിക് ഡിസോർഡർ എന്ന് പറയും. എന്നുവെച്ചാൽ നിങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങൾ കൊണ്ട്, മനസ്സിൽ അടിഞ്ഞുകൂടിയ വെറുപ്പ് ദേഷ്യം കൊണ്ടിട്ട് നിങ്ങളുടെ ശരീരം അതെങ്ങനെയെങ്കിലും പുറന്തള്ളണം. അതാണെങ്കിൽ ഒരു അസുഖത്തിൻ്റെ രൂപത്തിൽ അത് ചിലപ്പോൾ പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കും. അപ്പോൾ ഇതെല്ലാം അവോയ്ഡ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഹീല് ചെയ്യണം. നമ്മൾ ആ വ്യക്തിയോട് ക്ഷമിക്കുക. ക്ഷമിക്കുന്നവൻ വളരെ വലിയവനാണെന്നാണ് പറയുന്നത് അല്ലേ? ഒരാളോട് ക്ഷമിക്കുന്നവനാണ് ദൈവത്തിന് തുല്യമെന്ന് നമ്മൾ പറയും. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങൾ ഈ വെറുപ്പ് വെച്ചിരിക്കുന്നത് കൊണ്ട് ഒരു ഗുണവുമില്ല, ആ വ്യക്തിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്കാണ് ഇത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ആവുന്നത്. അപ്പോൾ നിങ്ങൾ ആ വ്യക്തിയോട് പൂർണ്ണമായിട്ട് ക്ഷമിക്കുക. ഈ പ്രാക്ടീസ് എല്ലാ ഇൻസിഡൻറ്റുകളും എടുത്ത് എഴുതി, അതേപോലെ തന്നെ മനസ്സുകൊണ്ട് ആ ഇൻസിഡൻറ്റിനോട് ക്ഷമിക്കുക, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിനോട് ക്ഷമിക്കുക. ആ സാഹചര്യത്തിനായിട്ട് ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ വ്യക്തികളോടും നിങ്ങൾ ക്ഷമിക്കുക, മനസ്സുകൊണ്ട് ക്ഷമിക്കുക. എനിക്കറിയാം ഇത് ഒറ്റ ദിവസം കൊണ്ട് സാധിക്കുന്നതല്ല, വിഷമിക്കേണ്ട. ആദ്യത്തെ ദിവസം നിങ്ങൾ കുറേ സങ്കടത്തിലായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യം വന്നെന്നൊക്കെ ഇരിക്കാം, നിങ്ങൾ കുറേ കരഞ്ഞെന്നിരിക്കാൻ. നല്ലതാണത്. നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യൂ. ഉറപ്പായിട്ടും നിങ്ങൾക്കിത് ഹീല് ചെയ്യാൻ പറ്റുന്നതാണ്. ഹീല് ചെയ്ത നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഭയങ്കര ഒരു ഡൗട്ട് വരും. എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല, നിങ്ങൾ ഹീല് ചെയ്യുന്നതിന് മുമ്പുള്ള വ്യക്തിയും ഹീല് ചെയ്യപ്പെട്ടതിന് ശേഷമുള്ള വ്യക്തിയും ലൈഫിൽ ഭയങ്കര വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് 21 ഡേയ്സ് ചെയ്യുക. 21 ഡേയ്സ് ചെയ്തിട്ടും എന്തെങ്കിലും സാഹചര്യങ്ങളോ ഇൻസിഡൻറ്റുകളോ അല്ലെങ്കിൽ വ്യക്തികളോ നിങ്ങൾക്ക് ഹീല് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെയും ഇത് കണ്ടിന്യൂ ചെയ്യുക. ഈ പേപ്പറുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കത്തിച്ച് കളയാവുന്നതാണ്. ഓക്കെ, കത്തിച്ച് കളയുക. അതല്ല നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുമെങ്കിൽ ഈ പ്രാക്ടീസ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ദിവസം നിങ്ങൾക്കിത് കത്തിച്ച് കളയാവുന്നതാണ്. അപ്പോൾ ഇത് കത്തിച്ച് കളയുമ്പോൾ നിങ്ങൾ മനസ്സിൽ ആലോചിക്കേണ്ടത്, ഞാൻ വളരെയധികം ഹീലായിരിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾക്കും, എല്ലാ വിഷമകരമായ എല്ലാ സാഹചര്യങ്ങൾക്കും കാരണക്കാരായ എല്ലാവരോടും ഞാൻ ക്ഷമിക്കുന്നു. എന്നോടും ഞാൻ ക്ഷമിക്കുന്നു. ഇതിനകത്ത് ഞാൻ അറിയാതെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, എന്നോടും ഞാൻ ക്ഷമിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് അത് കത്തിച്ച് കളയുക. ആ ചാരം എന്നിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും പറത്തിക്കളയാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെടിക്ക് താഴെ ഇടാം. അതെന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് ചെയ്ത് നോക്കുക, നിങ്ങൾ ഹീലാവുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങളുടെ ആ ഒരാഴ്ച അല്ലെങ്കിൽ 21 ഡേയ്സ് കഴിഞ്ഞിട്ട് എങ്ങനെ അത് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്തോട്ടെ. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് ഹീലിംഗ് മ്യൂസിക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നൈറ്റിൽ, അതായത് ഉറങ്ങുന്നതിന് മുമ്പ്, ഉച്ചയ്ക്ക് ഉറങ്ങുമ്പോഴോ എപ്പോഴായാലും ഉറങ്ങുന്നതിന് മുമ്പ് അത് പ്ലേ ചെയ്തുകൊണ്ട് ഹെഡ്സെറ്റ് വെച്ച് അല്ലെങ്കിൽ നോർമലായിട്ട് പ്ലേ ചെയ്തുകൊണ്ട് ഉറങ്ങാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ബോഡിയും മൈൻഡും കുറച്ചുകൂടി ഹീലാവുന്നതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾ ഓൾറെഡി ഹീലിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മ്യൂസിക് കേൾക്കുമ്പോൾ ആ ഹീലിംഗ് പ്രോസസ്സിനെ അത് ഫാസ്റ്റ് ചെയ്യും, പെട്ടെന്നാക്കി തരും നിങ്ങൾക്ക്. ആ ഹീലിംഗ് പ്രോസസ്സിൻ്റെ എഫക്റ്റ് വളരെ വലുതായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ആ മ്യൂസിക് ഒന്നും മനസ്സിലാകുന്നില്ലായിരിക്കാം, കുഴപ്പമില്ല. പക്ഷേ നിങ്ങളുടെ മൈൻഡിന് അത് മനസ്സിലാകും, കാരണം അതൊരു പ്രത്യേക ഫ്രീക്വൻസിയിലുള്ള മ്യൂസിക്കാണ്. ഈ ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഹീലിങ്ങിനുള്ള ഫ്രീക്വൻസിയാണ്. അപ്പോൾ നിങ്ങൾക്കത് കേൾക്കാം. അത് ഓണാക്കി, അത് നിങ്ങൾ ഉണർന്ന് കേൾക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് കേട്ടാൽ മതി. നിങ്ങൾ ഉറങ്ങുമ്പോഴേ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണർന്നിരിക്കുകയായിരിക്കും, ഓണായിരിക്കും. അപ്പോൾ അത് കേൾക്കുക. കേട്ട് കഴിഞ്ഞാൽ വളരെ എഫക്റ്റുള്ളതാണ്. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ബിക്കോസ് ഞാൻ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കോച്ചാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സ്വയം ഹീൽ ചെയ്യാൻ പറ്റാത്ത വളരെയധികം വിഷമകരമായ എന്തെങ്കിലും ഇൻസിഡൻറ്റുകളോ എന്തെങ്കിലും സിറ്റുവേഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ മനസ്സിനെ പിറകോട്ട് വലിക്കുന്നത്, നിങ്ങളുടെ ജീവിത വിജയത്തിൽ നിന്നും പിറകോട്ട് വലിക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും ബിലീഫ്സുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നർ ചൈൽഡ് ഹീലിംഗ് സെഷൻസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്.
അതിന് ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാനിതിൽ കൊടുത്തേക്കുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. അത് പേഴ്സണൽ സെഷൻസും ലഭ്യമാണ്, അല്ലെങ്കിൽ ഗ്രൂപ്പ് സെഷൻസും ലഭ്യമാണ്. നെക്സ്റ്റ് ബാച്ച് എന്ന് പറയുന്നത് ഫെബ്രുവരി 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പം താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യുക. താങ്ക് യു.